ഹായ്, നമ്മളിന്നുള്ളത് സീത ഫർണിച്ചർ ആൻഡ് ലിവബിൾ ഇന്റീരിയേഴ്സിന്റെ കണ്ണൂർ തളാപ്പിലുള്ള ശ്രീനൂർ സ്പ്രിംഗ്ഡേൽ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ്. ഓപ്പൺ പ്ലാൻ ലേഔട്ടിൽ വരുന്ന ഒരു ലിവിംഗ്, ഡൈനിങ് ആൻഡ് കിച്ചൺ സ്പേസ് ആണ് നമ്മൾ ഈ ഫ്ലാറ്റിൽ എൻട്രി ചെയ്താൽ കാണാവുന്നത്. ഫോയർ ഏരിയയിൽ അപ്ഹോൾസ്റ്റേർഡ് സീറ്റിംഗ് ഏരിയ ഉള്ള ഒരു ഷൂറാക്കും അതിന്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ക്യാബിനറ്റും കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ സോഫയിനോട് ചേർന്ന് തന്നെ നമ്മളിവിടെ ഒരു പൂജ യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട്. അക്രിലിക്കിൽ CNC കട്ടിംഗ് വന്നിട്ട് ബാക്ക്ലൈറ്റ് വരുന്ന ഒരു പൂജ യൂണിറ്റാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സീറ്റിംഗ് ഏരിയയുടെയും പൂജ യൂണിറ്റിന്റെയും സെന്ററിലായി നമ്മൾ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് MSL പൗഡർ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ പ്ലാന്റർ ബോക്സും ആഡ് ചെയ്തിട്ടുണ്ട്. ടിവിയുടെ ബാക്ക് പാനൽ വരുന്നത് മാർബിൾ ഡിസൈനുള്ള ഒരു ലാമിനേറ്റും അതിന്റെ കൂടെ തന്നെ WPC വുഡൻ ലോവർ ഡിസൈൻ വരുന്ന പാനലുമാണ്. ടിവിയുടെ ബേസ് യൂണിറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ ലാമിനേറ്റ് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ബ്ലാക്ക് ടിന്റഡ് ഗ്ലാസ് വരുന്ന ഡ്രോവേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗിൽ നമ്മൾ ഒരു ഫുള്ളി അപ്ഹോൾസ്റ്റേർഡ് L ഷേപ്പ് ലോഞ്ചർ മോഡൽ സോഫയാണ് ചെയ്തിട്ടുള്ളത്. സോഫയുടെ ബാക്ക് പാനലിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത് ലാമിനേറ്റിന്റെയും വിനീറിന്റെയും ഒരു കോംബോ ആണ്. ഈ പാനലിംഗിന്റെ സെന്ററിലൂടെ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 6x3 വരുന്ന ഒരു റെക്ടാംഗിൾ ഷേപ്പ് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ ആണ്. ഫ്ലാറ്റിന്റെ കളർ പാലറ്റിന് മാച്ച് ചെയ്യാനായി നമ്മൾ വൈറ്റും വുഡും ഗ്രേയും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഡൈനിങ് ടേബിളിലെ ചെയർസും അതേപോലെ ഒരു സൈഡിൽ അതിന്റെ ബെഞ്ചിനും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ബാക്ക് വാളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വാൾപേപ്പറും WPCയുടെ വുഡൻ ലൂവേഴ്സും അതേപോലെ ബ്ലാക്ക് ടിന്റഡ് ഗ്ലാസുമാണ്. ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റിൽ തന്നെ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്രോക്കറിയുടെ ടോപ്പ് ക്യാബിനറ്റ് വരുന്നത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഷട്ടേഴ്സ് ആണ് ആൻഡ് ബോട്ടം ക്യാബിനറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി അക്രിലിക് ആണ്. ക്രോക്കറി യൂണിറ്റിന്റെ കൗണ്ടർ ടോപ്പ് വരുന്നത് മാർബിൾ ഡിസൈനിങ്ങിലെ വൈറ്റ് കളർ പോട്ട്സ് ആണ്. അതിന്റെ കൂടെ തന്നെ ബാക്ക് പാനൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് റോസ് ഗോൾഡ് ഷെയ്ഡിലുള്ള മിറർ വർക്കാണ്. കിച്ചന്റെ എൻട്രൻസിൽ ഉണ്ടായിരുന്ന ഒരു എക്സിസ്റ്റിംഗ് വാൾ ഡെമോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. കിച്ചൺ ആൻഡ് ഡൈനിങ്ങിന്റെ സെന്ററിലായി ഒരു L ഷേപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. L ഷേപ്പിലുള്ള കിച്ചണിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ക്യാബിനറ്റിന് ഗ്ലോസി ഗ്രേ കളർ അക്രിലിക്കും ബോട്ടം ക്യാബിനറ്റിന് ഗ്ലോസി വൈറ്റ് കളർ അക്രിലിക്കുമാണ്. ഇതിന്റെ കൂടെ ബ്ലാക്ക് കളറിൽ മാറ്റ് ഫിനിഷ് വരുന്ന J പ്രൊഫൈൽ ഹാൻഡിൽ കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ക്യാബിനറ്റിന്റെ താഴെയായി ഒരു ഓപ്പൺ പൗഡർ ബോക്സും കൂടെ നമ്മൾ ഇവിടെ വുഡൻ ഫിനിഷിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പിനായി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ മാർബിൾ ഡിസൈനിൽ വരുന്ന ക്വാർട്സ് ടോപ്പ് ആണ്. ഇതിന്റെ കൂടെ തന്നെ സിമിലർ പാറ്റേൺ വരുന്ന വൈറ്റ് കളർ ടൈലാണ് നമ്മൾ ബാക്ക് സ്പ്ലാഷായി യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ സിങ്കിന്റെ തൊട്ടു മേലെയായി അലൂമിനിയം ഫ്രെയിമിൽ വരുന്ന ഫ്ലൂട്ടഡ് ഗ്ലാസ് ഷട്ടേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സിങ്കിന്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് നമ്മൾ ഇവിടെ വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ ടോൾ യൂണിറ്റും അതിന്റെ ഒപ്പം തന്നെ ഇൻബിൽറ്റ് മൈക്രോവേവ് വരുന്നുണ്ട്. അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു ഫ്രിഡ്ജും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്.
മെയിൻ വാഷ് കൗണ്ടറിന്റെ ബാക്ക് വാളിൽ നമ്മൾ മൊറോക്കൻ പാറ്റേൺ വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഒരു മിററും അതേപോലെ ഒരു ബോട്ടം ക്യാബിനറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്നത് ഒരു ഗ്രേ കളർ അപ്ഹോൾസ്റ്റേർഡ് കോട്ടാണ്. ഇതിന്റെ കൂടെ തന്നെ 2 സൈഡ് ടേബിൾസും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ബാക്കിലായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഒരു ഫ്രഞ്ച് വാൾ ഡിസൈനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ സ്പേസ് സേവിംഗിനായി കോട്ടിന്റെ സൈഡിൽ തന്നെ സ്ലൈഡിംഗ് വാർഡ്രോബ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡൻ ഷെയ്ഡിൽ വരുന്ന SPC ഫ്ലോറിംഗ് ആണ് മാസ്റ്റർ ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ഓപ്പോസിറ്റ് ആയി ചാർക്കോൾ ലോവർ പാനൽ മാർബിൾ ഡിസൈനിൽ വരുന്നതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ ഫ്രഞ്ച് വിൻഡോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 100% ഒപേക് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ബാക്ക്ലിറ്റ് മിറർ വരുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിളും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിന്റെ സെക്കൻഡ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് വുഡൻ തീമിലാണ്. ഡ്രസ്സിംഗ് ടേബിളിന്റെയും കോട്ടിന്റെയും സെന്ററിലായി POP ചെയ്ത് MS-ന്റെ പാനൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അഡ്ജസ്റ്റന്റ് ആയി തന്നെ HDMR-ൽ POP ചെയ്ത ഒരു പാനലും കൂടെ ഇവിടെ കോട്ടിന്റെ സൈഡിലായി ആഡ് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ബാക്ക് വാൾ പാനൽ ചെയ്തിട്ടുള്ളത് ഫാബ്രിക് ടെക്സ്ചർ വരുന്ന ലാമിനേറ്റും അതിന്റെ കൂടെ തന്നെ ഗോൾഡൻ ടീ പ്രൊഫൈലും കൂടിയാണ്. കോട്ടിന്റെ ഓപ്പോസിറ്റ് ആയി ഗ്ലോസി ലാമിനേറ്റിൽ ചെയ്തിട്ടുള്ള സ്ലൈഡിംഗ് വാർഡ്രോബും അതിന്റെ ഒപ്പം തന്നെ അറ്റാച്ച്ഡ് ആയി വരുന്ന ഒരു സ്റ്റഡി ടേബിളും ഉണ്ട്. ഗസ്റ്റ് റൂമിൽ ബ്ലൂ കളർ ഫുള്ളി അപ്ഹോൾസ്റ്റേർഡ് കോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ബാക്ക് പാനലിൽ വരുന്നത് WPC വുഡൻ ഷെയ്ഡിലാണ്. ഗസ്റ്റ് റൂമിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹാഫ് മൂൺ ഷെയ്ഡിലുള്ള ബാക്ക്ലിറ്റ് മിററും അതിന്റെ ഒപ്പം തന്നെ വുഡൻ ഷെയ്ഡിൽ വരുന്ന WPC പാനലിംഗുമാണ്. ഗസ്റ്റ് റൂമിൽ സ്പേസ് തോന്നിക്കാനായി തന്നെ നമ്മൾ ഇവിടെ ഗോൾഡിന്റെ സിമിലർ ഷെയ്ഡിലുള്ള വാർഡ്രോബ് ലാമിനേറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ ഗോൾഡ് കളറിലുള്ള ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് റൂമിൽ നിന്നുമാണ് ഇവിടുത്തെ ബാൽക്കണിയുടെ എൻട്രൻസ്. ഇവിടുത്തെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് മൊറോക്കൻ പാറ്റേൺ ഉള്ള ടൈൽസും സീലിംഗ് വരുന്നത് വുഡൻ ഡിസൈനിലുമാണ്. ഈ ഫ്ലാറ്റിലുള്ള എല്ലാ ലൈറ്റ് ഫിക്സ്ചേഴ്സും ന്യൂട്രൽ വൈറ്റും വാം കളർ ടോൺസിലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്.